എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന് വ്യക്തമാക്കാതെ വിവരാവകാശ കമ്മീഷൻ. തടസ്സ ഹർജി തീർപ്പായ ശേഷം മാത്രമേ പേജുകൾ പുറത്തുവിടാനാകൂ എന്നും കമ്മീഷൻ. CPM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരി വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കാൻ വൈകിയെന്ന് വി ജോയ്. പാർട്ടി ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല. മധു തികഞ്ഞ ജാതീയതയുള്ള ആളാണെന്ന് പാർട്ടി വൈകിയെന്നും CPM ജില്ലാ സെക്രട്ടറി ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് ഇന്ന് ഉത്തരവുണ്ടായേക്കും. കേസ് വീണ്ടും റിയാദ് ക്രിമിനൽ കോടതിക്ക് മുന്നിൽ. റഹീമിന്റെ മോചന വാർത്ത കാത്ത കുടുംബം. ഭാരതസഭയ്ക്ക് അഭിമാനം പകർന്ന ജോർജ് കൂവക്കാട്ടിനി കർദിനാൾ. വത്തിക്കാനിൽ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി സ്ഥാനാരോഹണം. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. Direzione Principis Apostolorum, direzione tua nelle Ecclesia Rurali, ad honorem Dei Omnipotentis, et Sanctorum Apostolorum. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം. വിവിധ രൂപതാധ്യക്ഷന്മാരും സാക്ഷിയായി. ഡൽഹിയിലേക്കുള്ള കർഷക മുന്നേറ്റം തുടരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച്. ഡൽഹി എത്തും മുമ്പ് തടഞ്ഞേക്കും. കനത്ത പോലീസിനെ വിന്യസിച്ച് കേന്ദ്രം. നടൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം അല്പസമയത്തിനകം ഗുരുവായൂരിൽ. ചടങ്ങുകൾ 7:15 സാക്ഷ്യം വഹിക്കാൻ സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി പ്രമുഖർ. ഡെങ്കിപ്പനി ഭീതിയിൽ കാഞ്ഞങ്ങാട് നഗരം. കൊതുകുകൾ പെരുകാൻ കാരണം മീൻപെട്ടികൾ മാറ്റാതെ കൂട്ടിയിടുന്നത്. ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സിറിയയിൽ വിമതർ കൊടികുത്തുന്നു. അലപ്പോയ്ക്കും ഹോംസിനും പിന്നാലെ ഡമാസ്കസും വിമതരുടെ പിടിയിലേക്ക്. പ്രസിഡന്റ് അൽ അസദ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം ഇല്ലെന്ന് അൽ അസദ്. വിശദമായ വാർത്തയിലേക്ക്. തടസ്സം മാറാതെ ആ പേജുകൾ പുറത്തുവരില്ല. തടസ്സ ഹർജി കൂടി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന വിവരം പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് വിചിത്രം. തടസ്സ ഹർജിയിൽ തീരുമാനമായ ശേഷമേ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ ഉത്തരവ് ഇറക്കാനാകൂ എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ടെ. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നു? റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം ഇന്ന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 കൊച്ചി.
മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വി ജോയ് ന്യൂസ് 18 Q18 പറഞ്ഞു. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് കമ്മിറ്റികളിൽ സഹാക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു തൻ്റേട് തരം, എല്ലാവരും എൻ്റെ കീഴെയാണ് എന്ന ഒരു നിലപാട്, ധാർഷ്ട്യം, ധിക്കാരം, ബാക്കിയുള്ളവരെല്ലാം പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്, ഇങ്ങനെ ചില സമീപനം തുടരെ ഈ ഏരിയ സെക്രട്ടറി സ്വീകരിക്കാറുണ്ട് എന്ന് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എല്ലാം പരാതി പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ മനസ്സിൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ജാതി കൊണ്ടു നടക്കുന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഭാരത കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായ മാർ ജോർജ് കൂവക്കാട്ട് കർദിനാളായി അഭിഷിക്തനായി. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 9 വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചതോടെയാണ് വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് ആദ്യമായ ഒരു ഇന്ത്യക്കാരൻ കർദിനാളായത്. വത്തിക്കാനിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറത്തിന്റെ റിപ്പോർട്ട്. മലയാളികളായ നമ്മളെല്ലാവരും കാത്തിരുന്ന മനോഹരമായ നിമിഷങ്ങൾക്കാണ് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സാക്ഷ്യം വഹിച്ചത്. ജോർജ് കൂവക്കാട് കർദിനാൾ ജോർജ് കൂവക്കാടായി മാറിയിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയിലും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾ സംഘത്തിലും അദ്ദേഹം അംഗമായിരിക്കുന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. പൗരസ്ത്യ സഭ പാരമ്പര്യപ്രകാരമുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് മാർ ജോർജ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തിയതും അദ്ദേഹത്തെ തലപ്പാവ് അണിയിച്ചതും നമ്മൾ കണ്ടു. മറ്റ് കർദിനാൾമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തലപ്പാവാണ്. അദ്ദേഹം പൗരസ്ത്യ സഭാംഗമായതുകൊണ്ടാണ്, പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയിലെ അംഗമായതുകൊണ്ടാണ് അപ്രകാരം ഒരു വ്യത്യാസം നമ്മൾ കണ്ടത്. കൂടാതെ ആ ഏതാനും നിമിഷങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊത്ത് മനോഹരമായ നമ്മൾ കണ്ടു. അവർ തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പം നമുക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചു. ഈ സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ന്യൂസ് 18 വേണ്ടി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം ഫ്രം വത്തിക്കാൻ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അന്തിമ ഉത്തരവ് ഇന്നുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജയിൽ മോചന വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീമിന്റെ കുടുംബം. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ നവംബർ 17-നാണ് കോടതി അവസാനമായി പരിഗണിച്ചത്. അന്ന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണ്ടെത്തലുകളാണ് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ റഹീമിന് തിരിച്ചടിയായത്. 2006-ലാണ് റഹീം സൗദിയിലെത്തിയത്. ജോലിക്കെത്തി 1 മാസം തികയും മുൻപ് സ്പോൺസറായ സൗദി പൗരന്റെ മകൻ മരിച്ച കേസിലാണ് ജയിലിൽ അടക്കപ്പെട്ടത്. മരിച്ചയാളുടെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതാവ് ഫാത്തിമ കഴിഞ്ഞ മാസം റഹീമിനെ ജയിലിലെത്തി കണ്ടിരുന്നു. നാളെ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമയും മറ്റു ബന്ധുക്കളും. മോചന ഉത്തരവുണ്ടായാലും മേൽക്കോടതിയും ഗവർണറേറ്റും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ജയിൽ മോചനം സാധ്യമാകുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് വനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേരള സന്ദർശനത്തിനെത്തുന്നത്. കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ്
കമ്മീഷൻ അംഗങ്ങളുടെ 3 ദിവസത്തെ കേരള സന്ദർശനം. വൈകുന്നേരം കുമരകത്തെത്തുന്ന സംഘം നാളെ രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങൾ സന്ദർശിക്കും. തുടർന്ന് കോവളത്തെത്തുന്ന കമ്മീഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ എന്നിവരുമായും ചർച്ച നടത്തും. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭ്യമായി തുടങ്ങുക. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിലവിൽ 41% സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതം. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ആജ്ഞ, ഗുഡ് മോർണിംഗ്. കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് സംസ്ഥാനം? ഗുഡ് മോർണിംഗ് അശ്വതി. കേന്ദ്ര സംഘം കേരളത്തിലേക്ക്, അതായത് കേരളത്തിൻ്റെ ധനവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇതുമായി വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായും കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ വെക്കാനുള്ള മെമ്മോറാണ്ടം, അതിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ്, അതല്ലെങ്കിൽ എത്ര ശതമാനമാണ് കേരളത്തിന് വിഹിതം വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ സംസ്ഥാനത്തിൻ്റെ, അതായത് കേന്ദ്ര നികുതിയുടെ 41% ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 50% ഉയർത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. 50% ഉയർത്തണമെന്നാണ്. മാത്രമല്ല, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക കേന്ദ്ര ഫണ്ട്, അത് എല്ലാ വർഷവും NDRF ഫണ്ട്, അത് SDRF ഫണ്ടായി, NDRFിൻ്റെ ഭാഗമായി SDRF ഫണ്ട് ആയി വിഹിതമായി നൽകുന്നതാണ്. പക്ഷേ അത് കേരളത്തിലെ മുഴുവൻ ദുരന്തങ്ങൾക്കും വേണ്ടി, അത്രയും ദുരന്തങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, കേരളത്തിൽ എവിടെ ദുരന്തം ഉണ്ടായാലും അതെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുകയാണ് അനുവദിക്കുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ, വയനാട് ഉരുൾപൊട്ടൽ പോലെയും ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം കൂടി കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോടതി ഇതുമായി ബന്ധപ്പെട്ട വയനാടിൻ്റെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള വിഹിതം എവിടെ, അതായത് കേന്ദ്രം നൽകിയിട്ടുള്ള വിഹിതം എന്തുകൊണ്ടാണ് സംസ്ഥാനം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്താണ് ഇങ്ങനെ വിമുഖത കാണിക്കുന്നതെന്നുള്ള ചോദ്യം കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്തോട് കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതേ സാഹചര്യം തന്നെ, അതേ ആവശ്യങ്ങൾ തന്നെയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന് മുൻപാകെ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. മെമ്മോറാണ്ടം അത്തരത്തിലാണ് സൂചന നൽകുന്നത്. സംസ്ഥാനത്തിന് ദുരന്ത നിവാരണത്തിന് പ്രത്യേക ഫണ്ട്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ട് നൽകണം എന്നൊരാവശ്യം കൂടി എന്നത് അനുതാപപൂർവ്വം പരിഗണിക്കണമെന്നുള്ള നിലയിലാണ് സംസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്ന മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും 3 ദിവസം നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഈ കാര്യങ്ങൾ കൂടി, അതായത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 മുതലാണ് ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകൾ കേരളത്തിന് ലഭ്യമാക്കി തുടങ്ങുക. അശ്വതി. ശരി ആജ്ഞ. മരണത്തിൽ ദുരൂഹത. പാലോട് ഭർതൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇന്ദുജയും ഭർത്താവ് അഭിജിത്തും തമ്മിൽ കുറച്ചുനാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. ശരീരത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകളുണ്ട്. അഭിജിത്തിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്?
അശ്വതി, ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം 4 മാസം മുൻപായിരുന്നു. വിവാഹം പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥാപനത്തിൽ, തദ്ദേശ സ്ഥാപനത്തിലോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുകയായിരുന്നു. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. ഇന്ദുജയുടെ ജാതിയുമായി ബന്ധപ്പെടുത്തി നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ടവരാണ്. താഴ്ന്ന ജാതി എന്ന നിലയ്ക്ക് പെൺകുട്ടിക്ക് ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിൽ അപമാനിതയാകുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇന്ദുജയുടെ നേരത്തെയുള്ള ചില സൗഹൃദങ്ങളെ തുടർച്ചയായി അഭിജിത്ത് ചോദ്യം ചെയ്യുകയും ഇതിന്റെ പേരിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്ന വിവരങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് സ്ഥിരീകരിക്കേണ്ടതാണ്. മരണത്തിന്റെ കാര്യത്തിൽ 2ാമത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ദുജയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഇതൊരു കൊലപാതകമാണ് എന്ന നിലയ്ക്കാണ്. പക്ഷേ പ്രാഥമികമായുള്ള നിഗമനം ആത്മഹത്യ എന്ന് തന്നെയാണ്. ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. ഈ മരണം സംഭവിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ശരീരത്തിലേറ്റ മുറിവുകൾ എന്ന വിവരമാണ് ഉള്ളത്. പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ തരത്തിലുള്ള വിവരമാണ്. അതായത് ഈ പെൺകുട്ടി ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു, മർദ്ദനമേറ്റിരുന്നു എന്ന വീട്ടുകാരുടെ ആരോപണം അത് ഒരു പരിധിവരെ അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അത് എങ്ങനെയാണ് ഈ മുറിപ്പാടുകൾ ഉണ്ടായി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഭർത്താവ് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന് വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അത് അന്വേഷിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ പോലീസിന് നൽകിയിരുന്നു. ഇത് കൊലപാതകമാണ് എന്ന് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ മർദ്ദനമേറ്റ പാടുകൾ, ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഇത്തരം മുറിപ്പാടുകൾ കണ്ടെത്തി എന്ന വിവരങ്ങൾ വന്നിരുന്നു. RTOയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളാണ് അക്കാര്യത്തിൽ ഉള്ളത്. ഏതായിരുന്നാലും അഭിജിത്ത് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ഒരുപക്ഷെ അഭിജിത്തിന്റെ അറസ്റ്റ് ഇന്ന് റെക്കോർഡ് ചെയ്തേക്കും. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അശ്വതി. ശരി വിനോദ്. കാനം രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. മുന്നണി ബന്ധത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും ഏറ്റവും താൽപര്യം കാണിച്ച CPI സെക്രട്ടറി ആയിരുന്നു കാനം. പാർലമെന്ററി രംഗത്തും ട്രേഡ് യൂണിയൻ മേഖലയിലും പിന്നെ പൊതുരാഷ്ട്രീയത്തിലും ഒരുപോലെ വിജയിച്ച നേതാവ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പാർട്ടിയുടെ ഉന്നത ഫോറങ്ങളിലും മുദ്ര ചാർത്തിയിരുന്നു കാനം. ട്രേഡ് യൂണിയൻ രംഗത്ത് ദേശീയതലത്തിലും സാന്നിധ്യം അറിയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നും മുന്നണി ബന്ധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു കാനം. ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് ഭരണത്തുടർച്ചയുണ്ടാകാൻ പ്രധാന കാരണങ്ങളിൽ മുന്നണിയിലെ ഐക്യമായിരുന്നു. പല വിഷയങ്ങളിലും CPM-മായി കടുത്ത ഭിന്നതകൾ CPI-ക്കുണ്ടായിരുന്നു. അത്തരം ഭിന്നതകൾ തുറന്നു പറയാനും കാനം മടി കാണിച്ചില്ല. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ പലതവണ കാനം പരസ്യ നിലപാടെടുത്തു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തോമസ് ചാണ്ടിയുടെ രാജി വൈകിയതോടെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാൻ പാർട്ടി മന്ത്രിമാരോട് ആവശ്യപ്പെടാനും കാനം തയ്യാറായി. അത്തരം ഭിന്നതകൾ ഉണ്ടായിരുന്നപ്പോഴും അത് മുന്നണി ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത കാട്ടി. CPI CPM-ന്റെ തൊഴുത്തിൽ കെട്ടിയ സെക്രട്ടറി എന്ന അധിക്ഷേപം കേട്ടപ്പോഴും പാർട്ടിക്ക് മുന്നണിയുടെ ഐക്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കാനം പ്രതിരോധിച്ചു. പാർട്ടി ഏറെക്കുറെ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കുമ്പോഴായിരുന്നു കാനത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. അത് CPI-യിലുണ്ടാക്കിയ വിടവ് ചെറുതല്ല. പാർട്ടിയും മുന്നണിയും പ്രതിസന്ധിയിലാകുമ്പോൾ യുക്തിസഹവും മൂർച്ചയേറിയതുമായ വാക്കുകളിലൂടെ പ്രതിരോധം തീർത്തിരുന്നു കാനം. അത്തരമൊരു നേതാവിന്റെ നിഴലാകാൻ പോലും ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് കാനത്തിന്റെ അഭാവം സൃഷ്ടിച്ച ശൂന്യതയുടെ ആഴം CPI തിരിച്ചറിയുന്നത്. വിവിയരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണിന്ന്. അവധി ദിവസമായതിനാൽ തീർത്ഥാടകരുടെ എണ്ണം പകൽ സമയത്ത് വലിയ തോതിൽ വർദ്ധിച്ചേക്കും. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശബരിമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ?
അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നും ഈ സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 80,000-അടുത്ത ആളുകളാണ്, അതായത് 79,000 കടന്ന് ഏതാണ്ട് 80,000-ലേക്ക് എത്തുന്ന ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെയും ഏതാണ്ട് 6 മണി വരെയുള്ള കണക്ക് പ്രകാരം 20,000-ഓളം ഭക്തർ ദർശനം നടത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നീണ്ട ക്യൂ, ഈ ഫ്ലൈ ഓവറിലെ തിരക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തീർത്ഥാടന കാലത്തൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരിടത്തും ഭക്തരങ്ങനെ തിങ്ങി കൂടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ നടപ്പന്തലും മറ്റും ക്യൂ ഉണ്ട്. മരക്കൂട്ടത്തിന് ശേഷം ഇങ്ങോട്ട് എത്തുന്ന ഭാഗങ്ങളിലാണ് ക്യൂ അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ മിനിയാന്നാണ്, അതായത് 6-ാം തീയതിയാണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. അത് 92,000 എന്ന റെക്കോർഡിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കിയാൽ ഇന്നലെ ഏതാണ്ട് 10,000-ൽ പരം തീർത്ഥാടകരുടെ എണ്ണം കുറവുണ്ട്. ഇന്ന് രാവിലെയും ഉള്ള ഒരു ഭക്തരുടെ ഒഴുക്ക് പരിഗണിച്ചാൽ അത് കുറവാണ്. അതായത് ഈ 6-ാം തീയതി കണക്കുമായി വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെയും രാവിലെ ഏതാണ്ട് 7 മണിയുടെ കണക്കിൽ ഏതാണ്ട് 27,000-ഓളം ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്താൻ എത്തിയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നല്ല തിരക്ക് തുടരുന്നു. ഒരു കാര്യമുള്ളത്, സുഗമമാണ് തീർത്ഥാടനം എന്ന് തന്നെയാണ്. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് ഇതുവരെയും എവിടെയും അനുഭവിക്കുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും കാര്യങ്ങൾ സുഗമമായി പോവുകയാണ് സന്നിധാനത്ത്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയും എത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തെത്തിയത്. സംഘാംഗങ്ങളിൽ പലരും ശബരിമല ദർശനത്തിന് വേണ്ടി മാത്രമാണ് കാട് വിട്ടിറങ്ങുന്നത്. അഗസ്ത്യനിൽ നിന്നും ശബരിയുടെ പൂങ്കാവനത്തിലേക്ക് അവർ ഒരുമിച്ചെത്തി, കാട്ടിൽ നിന്ന് ശേഖരിച്ച വനവിഭവങ്ങളുമായി. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ, കാട്ടിൽ വിരിഞ്ഞ കദളിക്കുല, കരിമ്പ്, കാട്ടുകുന്തിരിക്കം, മുളയിലും ഈറ്റയിലും ചൂരലിലും തീർത്ത പൂക്കുടകൾ, പെട്ടികൾ. അങ്ങനെ ഭക്തർ പതിവായി സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരുടെ സമർപ്പണം. കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ്. എല്ലാവരും അഗസ്ത്യകൂട പർവ്വതത്തിന്റെ അടിവാരത്തുള്ള വിവിധ സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണി വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഭക്തരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി തന്നെ ആദിവാസി മൂപ്പന്മാർ ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ വരികയും വനവിഭവങ്ങളായ ചെറുതേന്, കാട്ടുകുന്തിരിക്കം, കാട്ടിലെ കദളിക്കൊല തുടങ്ങിയ ഈറ്റയിലും ചൂരലിലും തീർത്ത പെട്ടി, കുട്ട, പൂവട്ടികൾ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് കാഴ്ചവെച്ചിരുന്നു. അതിനെ പിൻപറ്റി അവരുടെ പിൻതലമുറക്കാരും ആചാരം ഇന്നും മുറതെറ്റാതെ തന്നെ വളരെ കൃത്യമായി നടക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അടക്കം 150ഓളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദർശന പുണ്യത്തോടെ മടങ്ങുമ്പോൾ വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അഗസ്ത്യവനത്തിന്റെ അവകാശികൾ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ചാമകൃഷിയിൽ 100 മേനി വിളയിക്കാനൊരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. മുത്തേടം കൃഷിഭവന്റെ ചെറുധാന്യ കൃഷി പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാമ വിത്തിറക്കിയത്.
ചാമകൃഷിയിൽ 100 പേനി വിളയിക്കാനൊരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെയും മൂത്തേടം കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ഉച്ചക്കുളം പ്രകൃതിയിൽ ചെറുധാന്യ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുധാന്യമായ ചാമ വിത്തിറക്കിയത്. മുൻ വർഷങ്ങളിൽ 7 സംഘ കൃഷി ഗ്രൂപ്പുകളിലൂടെ മഞ്ഞൾ, ഇഞ്ചി, റാഗി, എള്ള് എന്നിവ കൃഷി ചെയ്തിരുന്നു. പോഷകമൂല്യമുള്ളതും ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ ചെറുധാന്യ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരൂർ. എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം 26 ദിവസം പിന്നിട്ടു. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ദുരിതജീവിതം നയിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ. വിഷപ്പുക ശ്വസിച്ച് നിത്യരോഗികളായ അയ്യൻകുഴിക്കാർ ശുദ്ധവായുവിനും വെള്ളത്തിനുമായി നിയമപോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് 35 വർഷമായി. ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. പുനരധിവാസം എന്ന ആവശ്യം സർക്കാരും കമ്പനികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ ഇന്ന് വരെ മുട്ടാത്ത ഒരു വാതിലുകളുമില്ല. മാറി മാറി വരുന്ന എല്ലാ സർക്കാരിൻ്റെ അടുത്തും ഞങ്ങൾ എം പി ആയാലും MLA ആയാലും ഞങ്ങൾ കയറി ഇറങ്ങി മടുത്ത ആൾക്കാരാണ്. 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഒഴിപ്പിക്കണം എന്നുള്ള ഇതാണ് കോടതിയിൽ നിന്ന് വന്നത്. കോടതി ഓർഡർ ഇടുന്ന സമയത്ത് ഈ കൊച്ചിൻ റിഫൈനറിക്കാർ പറഞ്ഞു അവർക്കിപ്പോൾ പ്രൊജക്റ്റ് ഇല്ല. ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കലുകാർ പറഞ്ഞു അവരുടെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞു. ആകെ 9.5 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 42 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്. കൂലിവേല ചെയ്ത് മാത്രമാണ് അന്ന് ആഹാരത്തിന് വക കണ്ടെത്തുന്നത്. ഇവിടെയുള്ള കുട്ടികൾ സർവരും രോഗബാധിതരാണ്. ജില്ലാ ഭരണകൂടവും തങ്ങളെ കൈയൊഴിഞ്ഞെന്ന നാട്ടുകാരുടെ ആരോപണം തെറ്റാണെന്ന് കളക്ടർ NSK ഉമേഷ്. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സ്ഥലത്തെ മലിനീകരണ തോത് പരിശോധിക്കുകയാണെന്നും കളക്ടർ. ഈ കേസിൽ വളരെ സിൻസിയറായിട്ട് ജനങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബേസിക്കലി സർക്കാരിലേക്ക് 2022 ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ ഒരു പ്രപ്പോസൽ പോയിരുന്നു. പക്ഷേ സർക്കാരുടെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ അത് പൊല്യൂട്ടർ പേസ് എന്ന പ്രിൻസിപ്പലിൽ ആ കമ്പനി ഏറ്റെടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു. അപ്പോഴാണ് കോടതിയും പറഞ്ഞത് പൊല്യൂട്ടർ പേസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ പ്രൂവ് ചെയ്യണം. അതാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത്ര ഡിലേ ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് 1 മന്ത് മോണിറ്റർ ചെയ്യാനാണ് കോടതി പറഞ്ഞത്. അപ്പം അതാണ് ഇപ്പോൾ തുടങ്ങിയത്. ആ മോണിറ്ററിങ് തുടങ്ങി. ഇത് പ്രൂവ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാവുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സ്ഥലത്തിൽ ഒരു നിധി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. കോടതിയും അത് ടോട്ടലി അങ്ങനെ. അയ്യൻകുഴി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന BPCLന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ചൂർണിക്കര പഞ്ചായത്തിലെ അശോക ഗ്രൗണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കായിക പ്രേമികൾ. പഞ്ചായത്തിലെ ഭൂരഹിതർക്ക് അശോക ഗ്രൗണ്ട് പതിച്ചു നൽകണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് അരനൂറ്റാണ്ടിന്റെ കായിക ചരിത്രമുള്ള അശോക ഗ്രൗണ്ടിന്റെ ഭാവി ആശങ്കയിലായത്. നിരവധി സംസ്ഥാന ദേശീയ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ അശോക ഗ്രൗണ്ട് കളിസ്ഥലമായി നിലനിർത്തണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചൂർണിക്കര, എടത്തല, കീഴ്മാട് പഞ്ചായത്തുകളിലെ കായിക പ്രേമികൾ കളിക്കാനെത്തുന്ന ഏക ഗ്രൗണ്ട്. അരനൂറ്റാണ്ടിന്റെ കായിക ചരിത്രമുള്ള അശോക ഗ്രൗണ്ട് ഭൂരഹിതർക്ക് പതിച്ചു നൽകാനാണ് ലാൻഡ് ബോർഡിന്റെ നീക്കം. പഞ്ചായത്തിൽ മറ്റ് മിച്ചഭൂമികൾ ഉണ്ടെന്നിരിക്കെ പ്രദേശത്തെ കായിക പ്രേമികളുടെ ഏക ആശ്രയമായ അശോകയെ കളിസ്ഥലമായി നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 6.5 പതിറ്റാണ്ടിന് മുകളിലായിട്ട് കളിസ്ഥലമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ഗ്രൗണ്ടാണ്. നിരവധി എനിക്കിപ്പോൾ 44 വയസ്സായി. 44 വയസ്സ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു 60 വർഷത്തിന് മുകളിലായി കളിസ്ഥലമായി തന്നെ, അത് പറയണം, കളിസ്ഥലമായി തന്നെ ഉപയോഗിച്ചു പോരുന്ന ഒരു പ്രദേശമാണ് അശോക ഗ്രൗണ്ട്.
90കളിൽ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു വശം കുന്നും മലയായിരുന്നു. അപ്പോൾ മുട്ടം ഭാഗത്തു നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അധിവസിപ്പിക്കാൻ വേണ്ടി അന്നത്തെ 25,000 രൂപ നാട്ടുകാർ പിരിവെടുത്ത് ട്രാക്ടർ ഉപയോഗിച്ച് ഇടിച്ച് നികത്തി ലെവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഭൂമി, അതായത് 3 സെൻറ്റ് വീതം അവർക്ക് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് അന്ന് വിട്ടുതരികയാണ് ഉണ്ടായത്. സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റൻ സഞ്ജു ഗണേഷ്, ഇന്ത്യൻ ഫുട്ബോളിലെ മുൻ താരങ്ങൾ തുടങ്ങി അശോകയിൽ കളിച്ചു വളർന്നത് നിരവധി പ്രതിഭകളാണ്. കളിസ്ഥലങ്ങൾ കുറഞ്ഞുവരുന്ന കാലത്ത് താൻ ഉൾപ്പെടെയുള്ളവർ കളിച്ചു വളർന്ന സ്റ്റേഡിയം സംരക്ഷിക്കണമെന്നാണ് മുൻ ഫുട്ബോൾ താരം MM ജേക്കബിന്റെ ആവശ്യം. ഇപ്പോൾ ഈ തവണ സന്തോഷ് ട്രോഫി കളിച്ച ക്യാപ്റ്റൻ സഞ്ജു അവിടെ നിന്ന് കളിച്ചു വന്ന ആളാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തന്നെ ഞങ്ങൾ പലരും പോയി അവിടെ പ്രാക്ടീസ് മാച്ച് കളിക്കാറുണ്ട്. ഞങ്ങളിവിടെ ഈ ആലുവയിൽ നിന്ന് തന്നെ 10 പേര് സന്തോഷ് ട്രോഫി കളിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാരും അവിടെ കളിച്ചിരുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ട് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രൗണ്ട് വേണമെന്ന് പറയുമ്പോൾ ഉള്ള ഗ്രൗണ്ട് കളയാതെ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അശോകയെ കളിസ്ഥലമായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് CPM ചൂർണിക്കര ലോക്കൽ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാണ്. കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പച്ചക്കറി പീടികയിലാണ് നമ്മൾ. ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുകിലെ കടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു. നമുക്കിതുപോലെ ശ്വാസം മുട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര കൊതുക് വന്നിരിക്കുന്നവർ തന്നെ കാഞ്ഞങ്ങാട് വൃത്തിയില്ല, ആടെല്ലാം വൃത്തിയില്ല, എലികൾ വരുന്നുണ്ട്, കുറേ എലികൾ ശല്യം. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശുചീകരണത്തിന് നഗരസഭയുടെ അടിയന്തര ഇടപെടലും തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. അനധികൃത മണ്ണെടുപ്പ് കാരണം ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം വട്ടംകുളത്തെ കുടുംബങ്ങൾ. ഏത് നിമിഷവും നിലംപൊത്താമെന്ന നിലയിലാണ് 2 വീടുകളുള്ളത്. തൊഴിലാളികളും വിദ്യാർത്ഥികളും നിത്യേന യാത്ര ചെയ്യുന്ന റോഡും തകർന്നു. നല്ലൊരു മഴ പെയ്താൽ മലപ്പുറം വട്ടംകുളം നിവാസികൾക്ക് ഭീതിയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റോഡിന്റെ വശങ്ങളിൽ നിന്നും 100 മീറ്ററോളം ആഴത്തിൽ മണ്ണെടുത്തു. അന്നു മുതൽ ഇന്നുവരെയും മനസമാധാനമായി ഉറങ്ങിയിട്ടില്ല. മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റ് നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരിടത്തേക്ക് താമസം മാറിയേനെ. പണിയെടുക്കായില്ല, പണിയെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് അവർ ചെലവാക്കുന്നുണ്ട്. പണ്ട് നേരാവണില്ല. അതന്നെ നേരാകും പോലെ ഒന്ന് കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സുരക്ഷയായി ജീവിക്കണം. അതന്നെ ഞങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുള്ള വില കിട്ടിയിട്ട് ഞങ്ങളിവിടുന്ന് മാറ്റുക. എല്ലാരും പറയും ഒളിഞ്ഞു താമസിക്കും, നിങ്ങൾ ഇവിടുന്ന് പോയി. പിന്നെ ഞങ്ങൾ ഒരു ധൈര്യം താമസിക്കുന്നു. വീടുകൾ, പള്ളി, അമ്പലം, മദ്രസ, അംഗൻവാടി ഇതെല്ലാമുണ്ട് ഈ ചുറ്റുവട്ടത്ത്. തകർന്ന നിലയിലാണ് റോഡുകൾ. രാവിലെ 6 മണിക്കാണ് കുട്ടികൾ ഇതുവരെ മദ്രസക്ക് പോകുക. അപ്പൊ നല്ല മഴ ആവുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. എന്താ വെച്ചാൽ തിരിച്ചു വരുവാണാവോ എന്താവണാവോ എന്നുള്ളൊരു പേടി. പിന്നെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പ്രശ്നം ഉണ്ടായ അതും കൂടി ഞാൻ പേടിച്ചിട്ടുണ്ട് ചെറുതില്. അപ്പൊ കുറെ ആയി ഇപ്പൊ ഇത് ഇങ്ങനെ പോവാൻ മക്കൾക്ക് നല്ല തടസ്സം ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വിഷമം നല്ല ഉണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ബുദ്ധിമുട്ട്, നമുക്കൊന്ന് അർജന്റായിട്ടൊന്ന് പെട്ടെന്ന് വരാൻ പറ്റണില്ല, പോകാൻ പറ്റണില്ല. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ തിരിഞ്ഞു വളഞ്ഞു പോകുമ്പോൾക്ക് അതും ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. എങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം സാമൂഹ്യവിരുദ്ധ ശല്യം കൂടുന്നതായി പരാതി. മദ്യപസംഘം അടക്കം പലപ്പോഴും അക്രമം കാണിക്കുന്നതായി വ്യാപാരികളും പരാതിപ്പെടുന്നു. പലവട്ടം പോലീസിനും നഗരസഭയ്ക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ പരാതിയിൽ ഗുരുവായൂർ ACP, മുനിസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് ഈ മാസം 13-ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ പരസ്യമായി നടത്തുന്ന മദ്യപാനം, ഇവിടെ കടയിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് കസ്റ്റമേഴ്സ് വരുന്നില്ല. ഈ 3-4 ദിവസമായി അടുപ്പിച്ച് നടക്കുന്ന ഈ മദ്യപാനവും ഇവർ വെല്ലുവിളിക്കാണ് കടക്കാരൻ. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കണം. നമ്മുടെ കടയുടെ മുന്നിൽ ഇരുന്ന് ഈ പരസ്യമായി മദ്യപാനം നടത്തുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഉപജീവനം തടസ്സപ്പെടുത്തു പോണ്. ഇരുഭാഗങ്ങളിലുമുള്ള കച്ചവടക്കാര് രാത്രി കാലങ്ങളിൽ ഇവിടെ ലോഡ്ജുകളുമുണ്ട്. ഈ 2 ഭാഗത്തുള്ള കടകളുടെ മുന്നിൽ വളരെയധികം മദ്യപിച്ചിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരു പുതിയ ആൾക്കൂട്ടമാണത്.
അത് ഈ ചെണ്ട വിൽപ്പനക്കാർക്കും അല്ല, അത് വേറൊരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അവരൊന്നല്ല രണ്ടല്ല നിരവധിയായ കൂട്ടം ആളുകൾ അവർ തമ്മിൽ തന്നെ മദ്യപിച്ച് പരസ്പരം വലിയ വലിയ തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുകയും വലിയ അക്രമങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പോലീസിൻ്റെയും നഗരസഭാ അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളമടിച്ചിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ ലോക്കൽ ടീമുകൾ വന്നിട്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ട്. ചെണ്ടക്കാരെ കൊണ്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകളില്ല. അവർ ചെണ്ടക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് അല്ല, വളരെ വൃത്തികെട്ടമായിട്ടുള്ള അവരങ്ങനത്തെ ആൾക്കാരാണ്. ഹൈജീനിക് അല്ലാത്തൊരു സംവിധാനത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് അവരുടെ ഇഷ്യൂ. അല്ലാണ്ട് മറ്റുള്ളവർ അതല്ല. അതിൽ പകലൊക്കെ വന്ന് വെള്ളടിച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇവിടെ ഓൾറെഡി നിലവിലുണ്ട്. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലാണ്. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം ഹയാത്ത് തഹ്രീർ അൽ ഷാം 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശപ്പെട്ടു. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്നാണ് അഭ്യൂഹം. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. 13 വർഷമായി തുടരുന്ന ഇത്തരത്തിലുള്ള സമാധാനക്കേട് അവിടെ വീണ്ടും രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ 13 വർഷമായി ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് സിറിയ. ഏതായാലും ആ ആഭ്യന്തര യുദ്ധം ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാം. കാരണം തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞിരിക്കുകയാണ്. വിമത സൈന്യം HTS എന്ന് പറയുന്ന സുന്നി സായുധ സേനയാണ് ഇപ്പോൾ ദമാസ്കസ് വളഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യം 3 നഗരങ്ങൾ വിമതസേന പിടിച്ചെടുത്തിരുന്നു. പ്രത്യേകിച്ച് ആലപ്പോ, ഒപ്പം തന്നെ ദാര, ഹോംസ് തുടങ്ങിയ നഗരങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ ദമാസ്കസ് വിമതസേന വളഞ്ഞിരിക്കുന്നത്. ഏതായാലും വിമതസേന തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോരാട്ടം അന്തിമഘട്ടത്തിലാണ് എന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. സർക്കാർ വൃത്തങ്ങൾ, പ്രത്യേകിച്ച് ബാഷർ അൽ സദിനെ ചേർന്ന് നിൽക്കുന്ന സർക്കാർ പട്ടാളം അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ചെറുത്തുനിൽപ്പുണ്ട്. പട്ടാളം നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ്. പക്ഷേ ആ ചെറുത്തുനിൽപ്പ് ദുർബലമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് 2-3 ദിവസത്തിനകം തന്നെ ദമാസ്കസിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ വിമതർ ഏറ്റെടുത്തേക്കാം. അങ്ങനെയെങ്കിൽ വിമതർ ഭരണത്തിലെത്തുന്ന സാഹചര്യം സിറിയയെ സംബന്ധിച്ച് ഉണ്ടാവും. പ്രത്യേകിച്ച് HTS എന്ന് പറയുന്ന സംഘടന നേരത്തെ അൽഖയ്ദയുമായി ഒക്കെ തന്നെ ബന്ധമുണ്ടായിരുന്ന, ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അടക്കം ഉപമിക്കാവുന്ന ഒരു സംഘടനയാണ്. സ്വാഭാവികമായും സിറിയയുടെ ഭാവി എന്ത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലടക്കം ഭരണമാറ്റമുണ്ടായിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ വരുന്നു, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഏതായാലും അമേരിക്ക ഇടപെടുന്നില്ല എന്ന പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലടക്കം ട്രംപ് അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ സിറിയയിൽ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നില്ല നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഏതായാലും സിറിയയിലെ സർക്കാരിന് ബാഷർ അൽ അസദിന് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ നേരത്തെ സിറിയയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴും റഷ്യയുടെ ഭാഗത്തും അത്തരം നിലപാട് ഏതായാലും ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ സർക്കാരിൻ്റെ പട്ടാളത്തിൻ്റെ അടക്കം ചെറുത്തുനിൽപ്പ് ദുർബലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഡമാസ്കസ് നഗരമടക്കം വീഴ്ത്തിക്കൊണ്ട് വിമതരുടെ മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് അശ്വതി, പ്രധാനപ്പെട്ട ആശങ്ക എങ്ങനെയായിരിക്കും ഇനി സിറിയയുടെ ഭാവി. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായി ആഭ്യന്തര യുദ്ധം ആണ്, നിലവിൽ ഭരണകൂടത്തിനെതിരെയാണ് ആഭ്യന്തര യുദ്ധം അടക്കം നടക്കുന്നതെങ്കിൽ ഇനി വിമതസേന, പ്രത്യേകിച്ച് ഈ താലിബാൻ സ്വഭാവമുള്ള വിമതസേനയൊക്കെ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കും സിറിയയുടെ ഭാവി എന്നടക്കമുള്ള ആശങ്ക വലിയ ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യയൊക്കെ തന്നെ ജനങ്ങളോട്, പ്രത്യേകിച്ച് പൗരന്മാരോട് എത്രയും വേഗം മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം അന്തിമഘട്ടത്തിലാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് വിമതർ തലസ്ഥാന നഗരം പോലും കീഴടക്കാനുള്ള സാധ്യത ഏതായാലും ഏറിയിരിക്കുകയാണ്. അശ്വതി. ശരി, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാവിലെയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥികളുമായി മടങ്ങിയെത്താം.
വീണ്ടും വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം സംസ്കരിക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞത്. വിവിധ കേന്ദ്രങ്ങളിലായി കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമാണ് ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ഒഴിവാക്കുന്നത്. നഗരസഭാ നേതൃത്വത്തിലാണ് പദ്ധതി. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ബയോമൈനിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. തരംതിരിച്ച മാലിന്യം വേർതിരിച്ച് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളുടെ ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശം. മാലിന്യം വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉടൻ സ്ഥാപിക്കും. 6 മാസമാണ് കാലാവധി. മാലിന്യങ്ങൾ അണുവിമുക്തിയാണ് സൂക്ഷിക്കുന്നത്. അതിനാൽ പരിസര പ്രദേശങ്ങളിൽ ദുർഗന്ധമില്ല. ന്യൂസ് 18 വിഴിഞ്ഞം. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. കുമളി സെന്റ് തോമസ് ദേവാലയത്തിൽ 2025 നക്ഷത്രങ്ങളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മഹാജൂബിലി എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് 2025 നക്ഷത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് കുമളി സെന്റ് തോമസ് ഫെറോന ദേവാലയ ഭാരവാഹികൾ എത്തിയത്. പരമ്പരാഗത ശൈലിയിൽ തന്നെ നക്ഷത്രങ്ങൾ നിർമ്മിക്കാം എന്നായിരുന്നു തീരുമാനം. 2 മാസം മുൻപ് ഒരുക്കം തുടങ്ങി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുള എത്തിച്ച് കീറി പരുവപ്പെടുത്തി നക്ഷത്രങ്ങൾ നിർമ്മിച്ചു. ഇത് ഇടവക്കാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സകല ജനത്തിനും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം കൊടുക്കുക എന്ന ചിന്തയിൽ രൂപീകൃതമായ ഒന്നാണ് ഈ ക്രിസ്മസ് ആഘോഷം ഇത്ര വിപുലമായിട്ട് വരുന്നത്. ഏതാണ്ട് 3-4 മാസമായി ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതിലെ ഒരു പരിപാടി 24-ാം തീയതി നടത്തുന്ന 2025 ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇടവകയിലെ എല്ലാവരും ചേർന്ന് തെളിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുമസിന് നക്ഷത്രങ്ങൾ പള്ളിയിൽ തെളിയിക്കും. 25ഓളം ക്രിസ്മസ് പ്ലോട്ടുകളും ലിവിംഗ് പുൽക്കൂടുകളും ഒരുക്കും. ന്യൂസ് 18 ഇടുക്കി. നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 8 സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ടാകും. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ പൂജയുടെ പിറന്നാളാണിന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ മിഥുൻ MG ഭാര്യയാണ്. പൂജയ്ക്ക് മിഥുന്റെ വക, ഒപ്പം ന്യൂസ് 18 വകയും ഹാപ്പി ബർത്ത്ഡേ ടു യു. വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു പൂജ. നല്ല നല്ല ദിവസങ്ങളാകട്ടെ ഇനി അങ്ങോട്ടുള്ളത്. ഫഹദ് ഫാസിൽ ഹമീദിന്റെ 3ാം പിറന്നാളാണ്. ജിദ്ദയിലാണ് അവരുള്ളത്. അപ്പോൾ ഫഹദ് മോന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇടുക്കി തോപ്രാംകുടിയിലെ റോസ് നിതിന്റെ പിറന്നാളാണ് ഇന്ന്. നിതിനും അനിലയുമാണ് രണ്ടുപേർ. അച്ഛനും അമ്മയും രണ്ടുപേരുടെ വകയും മോൾക്ക് പിറന്നാൾ ആശംസകൾ. ഒപ്പം ന്യൂസ് 18 വകയും ഹാപ്പി ബർത്ത്ഡേ റോസ് മോൾ. നിങ്ങൾക്കും നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ന്യൂസ് 18 ഒപ്പം ആഘോഷിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ കടുത്ത പോലീസ് നടപടിയെ തുടർന്ന് നിർത്തിവെച്ച് ഡൽഹി ചലോ മാർച്ച് വീണ്ടും നടത്താൻ തീരുമാനിച്ച് കർഷക സംഘടനകൾ. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നും ഡൽഹിക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ച് ശംഭുവിൽ പോലീസ് തടഞ്ഞിരുന്നു. വലിയ കനത്ത പോലീസ് കാവലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും കർഷകർ പ്രതിഷേധത്തിന് ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാകും സംഭവിക്കുക? അശ്വതി, ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് കർഷകർക്കുള്ളത്. കാരണം അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ കർഷകർക്ക് നേരെ കണ്ണീർ വാതകമടക്കം പ്രയോഗിച്ചിരുന്നു. 15-ലധികം കർഷകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കർഷകർ എത്തിയിട്ടുള്ളത്. ഇന്ന് ഏതായാലും 12 മണിക്കാണ് ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ ശംഭുവിൽ നിന്ന് മാർച്ച് ആരംഭിക്കുന്നത്. ഏതാണ്ട് 101 കർഷകരാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുക എന്നാണ് ഇപ്പോൾ കർഷകർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് വലിയ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ പ്രത്യേകിച്ച് ഖനൌരിയിലും ഒപ്പം തന്നെ ശംഭു അതിർത്തിയിലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് കർഷകർ ഒരു തരത്തിലും കടത്തിവിടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായിരിക്കും സാഹചര്യം, കർഷകർക്ക് അതിർത്തി കടക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ
അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും, പിന്നോട്ടില്ല എന്ന നിലപാട് കർഷകർ ആവർത്തിക്കുകയും ചെയ്യുന്നു. കാരണം നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ സംഘർഷഭരിതമായിരുന്നു ശംഭു അതിർത്തി. പ്രത്യേകിച്ച് കർഷകരുടെ മാർച്ച് അന്ന് പോലീസ് തടയുകയും പിന്നീട് കേന്ദ്രം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഈ ഘട്ടത്തിലൊക്കെ തന്നെ കർഷകരെ അറിയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കർഷകർ നൽകിയ സമയപരിധി അടക്കം അവസാനിച്ചതോടുകൂടിയാണ് അവർ വീണ്ടും സമരമുഖത്ത് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിതരാവുന്നത്. കാരണം കേന്ദ്ര കൃഷി സഹമന്ത്രി തന്നെ വിഷയത്തിൽ ആവശ്യങ്ങളിലൊക്കെ തന്നെ ചർച്ച നടത്താമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു നീക്കമൊന്നും തന്നെ പിന്നീട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കർഷക സമരവുമായി വീണ്ടും ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് വരുന്നത്. പക്ഷേ വലിയ പോലീസ് സന്നാഹം ശംഭു അതിർത്തിയിലുണ്ട്, ഖനൗരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മറികടന്നുകൊണ്ട് കർഷകർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഏതായാലും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കർഷകർ. സമരവുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് വരിക്കേണ്ടി വന്നാൽ അറസ്റ്റ് വരിക്കാൻ തുടങ്ങിയ നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ്. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെയിൽ നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. ഈ വർഷത്തെ IFFKയിൽ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ. ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ അഭിലാഷ് ബാബുവും മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളായ സൂര്യയുമാണ് ഇന്ന് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം രാവിലെയിലേക്ക്, ഒപ്പം അഭിനന്ദനങ്ങളും. ഞാൻ ആദ്യം ഡോക്ടർ അഭിലാഷിലേക്ക് പോവുകയാണ്. ഡോക്ടർ അഭിലാഷ്, ഒരുപാട് പ്രത്യേകതകളുള്ള ചിത്രമാണ്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് സമാഹരിച്ചത്. 2 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അതിശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒപ്പം 13 മണിക്കൂർ നേരം മാത്രമാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ അറിയുന്നു. എല്ലാത്തിനെ കുറിച്ചും ഒന്ന് പറയാം, ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ. അതായത് മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ, ഡസ്റ്റ് ആർട്ട് റീഡ്രോൺ ഇൻ റെസ്പിറേഷൻ, അതാണ് സിനിമയുടെ ടൈറ്റിൽ. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ജനകീയ ധനസമാഹരണത്തിലൂടെ നിർമ്മിച്ചൊരു സിനിമയാണ്. ജനങ്ങളിൽ നിന്ന് ഒരു ടിക്കറ്റിൻ്റെ പൈസ നമ്മൾ വാങ്ങിക്കുന്നു, 100 രൂപ വാങ്ങിക്കുന്നു. അത് സിനിമയുടെ കംപ്ലീഷന് ശേഷം എന്താണ് അവർക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ. അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആലോകം എന്ന് പറയുന്ന ആദ്യ ഒരു സിനിമ 2023 സിനിമ ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലെ ഒരു കവി റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ 5 കവിതകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഇതിപ്പോൾ ഈ 2024 ചിത്രീകരണം ആരംഭിച്ച രണ്ടാമത്തെ സിനിമയാണ്. അത് 2.5 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കിങ്ങിലൊരു പ്രത്യേകത കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു മോക്യുമെൻ്ററി എന്ന് പറയാവുന്നുള്ള ഒരു വിഭാഗത്തിൽ, എന്നാൽ ഡോക്യുമെൻ്ററിയുടെ സ്റ്റൈലിനെ ഫോളോ ചെയ്യുകയും അതേസമയം തന്നെ ഒരു യഥാർത്ഥത്തിലുള്ളതല്ലാത്ത ഒരു കഥ, ആ അർത്ഥത്തിലാണ് അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റൈല് അങ്ങനെ അഡോപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ 2.5 ലക്ഷത്തിന് നമുക്ക് സിനിമ തീർക്കാനായിട്ട് പറ്റിയത്. അത് അതിൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഫോർമാറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ആ ഫോർമാറ്റ് അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ പോലെ 13 മണിക്കൂറുകൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനും കഴിഞ്ഞത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇതിലാകെ 7 കഥാപാത്രങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങൾ ഒരാളായാണ് സൂര്യ എത്തുന്നത്. സൂര്യ ഈ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഓഡിഷൻ വഴിയാണ് എത്തിയിട്ടുള്ളത്. കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. ഷോ നടക്കാൻ പോവുകയാണ്. പുറത്ത് അങ്ങനെ കൂടുതൽ ഷോകൾ ചെയ്തിട്ടില്ല. ഓഡിഷൻ വഴി എത്തിയതിന് ശേഷം നമുക്ക് ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസത്തെ എല്ലാ കഥാപാത്രങ്ങളെയും മെയിനായിട്ട് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും ചേർന്ന് ഉള്ള ഒരു ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. കാരണം ആ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ ഈ 4 കഥാപാത്രങ്ങളും എല്ലാവരും ഈ 4 കഥാപാത്രങ്ങളായിട്ട് അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 4 കഥാപാത്രങ്ങളുടെയും ഫീലിങ്സുകൾ, അവരെന്ത് സംസാരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ളൊരു നല്ലൊരു ബോധ്യം നമുക്ക് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു കാരണം ഇത് ഈ 5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയാനായിട്ട് സാധിച്ചത്. കാരണം നമ്മുടെ ഒരു ഇപ്പം സിനിമ ഷൂട്ടൊക്കെ നടക്കുന്നത് പോലെ ഒരു സീൻ എടുത്ത് അത് കട്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു രീതിയിലല്ല നമ്മൾ ഷൂട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു
വിജയമായിരുന്നു. ഡോക്ടർ അഭിലാഷ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, അതായത് നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തെ കൊടുത്താൽ ആ കഥാപാത്രമായി മാറുന്ന, അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ സമയം കൊടുക്കുക അവർക്ക്. ഇപ്പം 4 കഥാപാത്രങ്ങളാവുക, അല്ലെങ്കിൽ ഒരാൾ തന്നെ 4 പേരായിട്ടും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവർക്കൊരു അവസരം കൊടുത്തത്? അങ്ങനെ അത് സിനിമയിൽ സംഭവിച്ചതല്ല, മനസ്സിലായി എനിക്ക്. അതെ, വർക്ക്ഷോപ്പിൽ അങ്ങനെ കൊടുക്കാനുള്ള കാരണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇത് തന്നെയാണോ? ഇത് ഒരു ആഡ് ലിബ് എന്ന് പറയുന്ന ഒരു സങ്കേതമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൂട്ടി ഡയലോഗുകളൊന്നും കൊടുക്കാതെ ആ സമയത്ത് അവർ ഇംപ്രവൈസ് ചെയ്ത് അല്ലെങ്കിൽ അവർ സ്വയം പറയുക എന്നുള്ള രീതിയാണ്. അപ്പോൾ പരസ്പരം എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സൂര്യ ചേച്ചി പറഞ്ഞതുപോലെ പരസ്പരം എന്താണ് പറയുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് പരസ്പരം അറിയുക എന്നുള്ളത്, പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്ന ഇത് പല പല എന്താണ് വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ പല പല മെത്തേഡുകൾ, ഗ്രൂമിങ്ങിൻ്റെ മെത്തേഡുകൾ ഉപയോഗിച്ചതിൽ ഒരു മെത്തേഡാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത്. കൂടുതലും അവരവർ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ അവരുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി തന്നെയാണ് കൂടുതലും അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏരിയ ആയിരുന്നു ക്യാരക്ടേഴ്സ് പരസ്പരം സ്വിച്ച് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത്. ഈ ബാക്കി 3 പേരും സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ്? അല്ല, 2 പുരുഷ കഥാപാത്രങ്ങളും 2 സ്ത്രീ കഥാപാത്രങ്ങളുമാണ്. എപ്പോഴെങ്കിലും അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ, വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ ഈ കഥാപാത്രം ഇന്നയാൾ ചെയ്താൽ കൊള്ളാമായിരുന്നു, അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലാതെ അങ്ങനെ തോന്നിയിരുന്നു? ഏജ് ഡിഫറൻസ് ഉണ്ട്. 2 ഒരു അമ്മയും മകളും ഒരു അച്ഛനും മകനുമാണ്. അപ്പൊ അവര് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ, ഇത് കഥാപാത്രങ്ങളെ ഏജ് ഒന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. അപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിലേക്ക് എത്തുമ്പോൾ 13 മണിക്കൂർ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള 13 മണിക്കൂറായിരുന്നോ? അല്ല, പറഞ്ഞോളൂ, ഡയറക്ടർ പറഞ്ഞോളൂ. സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്നാണോ ചോദിച്ചത്? അതെ അതെ. അല്ല, 13 മണിക്കൂർ നമുക്ക് അങ്ങനെ സ്ട്രെസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. കാര്യം ഈ പറഞ്ഞ വർക്ക്ഷോപ്പ് അതിന് ശേഷം തന്നെ സത്യത്തിൽ വർക്ക്ഷോപ്പ് ഈ ഇടവിട്ട് വർക്ക്ഷോപ്പുകൾ വയ്ക്കാമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഐഡിയ. പക്ഷേ ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പോടുകൂടി തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ അതിനുശേഷം ഡയറക്റ്റ്ലി ഷൂട്ടിൽ പോകാമെന്ന് ആക്ടേഴ്സ് കൂടി അവർ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ അതിലോട്ട് പോയത്. പിന്നെ കൂടുതൽ ഗ്യാപ്പ് എടുത്താൽ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ പോവുകയും ഈ പ്രധാന ഭാഗം, ഈ 4 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന പ്രധാന ഭാഗം 5 മണിക്കൂർ 6 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒറ്റ ടേക്കിൽ തന്നെ അത് തീരുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല. പിന്നെ ഉള്ള 2 പോർഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ വീതം വന്നു പോകുന്ന ഒരു കമൻട്രി പോലെ ഉള്ള, അത് സിനിമ കണ്ടാലും എനിക്കും കൂടുതൽ മനസ്സിലാവുക. അത് വേറെ വേറെ ദിവസങ്ങളിൽ ചെയ്തതാണ്. അത് ഒന്ന് ഒരു തിരുവനന്തപുരത്ത് തന്നെയാണ് ചെയ്തത്. മറ്റൊന്ന് ചെയ്തത് ജോധ്പൂരിലായിരുന്നു. ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഷെറിൻ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഫാക്കൽറ്റിയിൽ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ഡോൺ പാലത്ര ഡയറക്ടറുടെ പാർട്ട്ണറാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ ഇവിടെ ഫോണിലൂടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡോണുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഡോൺ തന്നെ അത് ഷൂട്ട് ചെയ്ത് ഇതെന്താണ് ഒരു ടെലി ഡയറക്റ്റിംഗ് പോലെ അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത് അങ്ങനെയാണ്. ഇത് ഈ 3 ദിവസങ്ങളിലായി 13 മണിക്കൂർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു ദിവസത്തെ 13 മണിക്കൂറുകളല്ല. അങ്ങനെയല്ല. ഓക്കെ, ശരി ശരി, വ്യക്തമാണ്. നമുക്ക് ഈ ഒരു ടൈറ്റിൽ കേട്ടാൽ മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ, നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. എന്തിനെ കുറിച്ചാണെന്നുള്ളൊരു പിടുത്തവും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണെന്ന് പറയാൻ കഴിയും? അതിൽ സസ്പെൻസ് ഇല്ല. കാര്യം അത് സത്യത്തിൽ ഇത് സൂര്യ ചേച്ചി അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഒരു കവിതയൊക്കെ എഴുതുന്ന ഒരു ആൾ കൂടിയാണ്. വലിയ കവിയല്ല, ഒരു കവിത എഴുതുന്ന ഒരാളാണ്. ചെറിയ കവി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് ഒരാൾ വരികയും അവർ ആ പുള്ളിയായിട്ട് നടക്കുന്ന ഒരു ഇൻട്രാക്ഷൻ്റെ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന ഒരു കവിതയിൽ ആദ്യത്തെ വരിയാണ് മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ. അത് പ്രണയമുണ്ടല്ലേ സിനിമയിൽ? പ്രണയങ്ങളെ പറ്റി 2 പ്രണയങ്ങളാണ് സിനിമയിൽ. പ്രണയം ഞാനിങ്ങനെ ഒരുപാട് ചോദിക്കുന്നില്ല, കാരണം വ്യത്യസ്ത ട്രീറ്റ്മെന്റിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ കാണാൻ പോവാണ്, ഇതിന്റെ സിനിമയുടെ പൂക്കാലം വരികയാണ്. നമുക്കപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ കൊടുക്കരുതല്ലോ, ത്രില്ല് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും അതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സൂര്യയിലേക്ക് പോകുമ്പോൾ സൂര്യ കൂടെ ഉണ്ടായിരുന്നവർ, ഡയറക്ടറൊക്കെ തന്നൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു ഫ്രീഡമായിരുന്നു. കാരണം നമ്മളുടെ രീതിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് വികസിപ്പിച്ചെടുത്ത ഒരു കഥ
അതിൻ്റെ പ്രധാന ആശയം അഭിലാഷ് തന്നെയാണ് തന്നത്. എന്നിട്ട് അത് ഒരുമിച്ചിരുന്ന് വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അത് നന്നായിട്ട് ആസ്വദിക്കാനും കഴിഞ്ഞായിരുന്നു. അതുപോലെ ആ ഒരു വർക്ക്ഷോപ്പിനിടയിൽ നമുക്ക് മറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ചേർന്ന് പോകലിൻ്റെ ഒരു ഇത് അതെല്ലാം നമ്മളുടെ ഈ ഷൂട്ടിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഭയങ്കര കൂട്ടായി അല്ലേ? കൂട്ടുമായി നമ്മളുടെ ആ ഒരു കഥാപാത്രങ്ങളെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് നന്നായിട്ട് സാധിക്കുകയും ചെയ്തു. ആ ഒരു ഗ്രൂമിംഗ് സെക്ഷൻ്റെ ഒരു ഇതിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടർ അഭിലാഷ്, ഈ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. IFFK തിരഞ്ഞെടുക്കപ്പെടും എന്ന് നേരത്തെ കരുതിയിരുന്നോ, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളമായിരുന്നു? അതെ, IFFK സെലക്ട് ചെയ്യുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഓരോ കാലത്തെയും ഓരോ സമയത്തെയും ജൂറിയുടെ ഒരു ടേസ്റ്റും ഒക്കെ അനുസരിച്ചാണ് സിനിമകൾ. ഇത് അൾട്ടിമേറ്റ് ഒന്നും അല്ല. IFFK സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ 14 സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 14 മികച്ച സിനിമകളാണെന്ന് ഒരു നിർബന്ധമില്ല. കാര്യം ആ ജൂറിയുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ താല്പര്യമൊന്നുമില്ല, ജൂറിയുടെ ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ബാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ സിനിമ IFFK സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതൊരു പക്ഷേ വേറൊരു ജൂറി ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് IFFK ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സംഗതി അല്ല. സിനിമയുടെ മികവിനെയൊക്കെ തീരുമാനിക്കുന്ന ഒരു വേദികളും ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയാൽ പോലും, ഇപ്പോഴത്തെ നാഷണൽ അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എന്നാൽ പോലും ഞാൻ പറയുന്നതാണ് ഓരോ ജൂറിയുടെയൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെസ്റ്റിവലും അല്ലെങ്കിൽ ഒരു വേദിയിൽ സിനിമ കാണിച്ചു എന്നതുകൊണ്ട് അത് മികവിൻ്റെ ഒരു മാനദണ്ഡമല്ല. മികവിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കാലഘട്ടത്തിനോട് പ്രതികരിക്കുന്നു, അതെങ്ങനെ പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യുന്നു, അത് നാളെ എങ്ങനെ അത് നിലനിൽക്കുന്നു, നാളെ എങ്ങനെ അത് ചരിത്രത്തിൽ സിനിമ അടയാളപ്പെടുത്തുന്നു എന്നുള്ള മറ്റു പല മാനദണ്ഡങ്ങളുമാണ്. അല്ലാതെ ഇത് അൾട്ടിമേറ്റ് അല്ല. പക്ഷേ അതേസമയം തന്നെ IFFK പോകുന്ന അതൊരു കേരളത്തിലെ ഏറ്റവും ജനകീയമായ ഒരു ഫെസ്റ്റിവലാണ്. വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന, യുവജനങ്ങൾ പങ്കെടുക്കുന്ന, കേരളത്തിൻ്റെ ഒരു പൾസ് നമുക്ക് അറിയാൻ പറ്റുന്ന, മികച്ച ഒരു പ്രതികരണം കിട്ടാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആ അർത്ഥത്തിൽ IFFK കിട്ടിയതിൽ സന്തോഷവും ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ. രണ്ടുപേർക്കും അല്ല, ടീം മുഴുവൻ ക്രൂവിനും, നിങ്ങളുടെ മുഴുവൻ ക്രൂവിനും ആരോടെങ്കിലുമൊക്കെ നന്ദി പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സമയത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഡോക്ടർ അഭിലാഷിന് ഈ ഒരു സിനിമ പൂർത്തിയാക്കാൻ ഏറ്റവും സഹായവും പിന്തുണയൊക്കെ നൽകിയത് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇതൊരു ജനകീയ ധനസമാഹരണത്തിൽ നിർമ്മിച്ച ഒരു സിനിമയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് ജനങ്ങളോടാണ്. അവർ തന്ന പിന്തുണ കൊണ്ടാണ് ഈ സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ടുള്ള അതല്ലാതെ ഒരു സിംഗിൾ പ്രൊഡക്ഷനോ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നും ഇൻവോൾവ് ആയ ഒരു സിനിമയല്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സാധ്യമാവുന്ന എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു പൊളിറ്റിക്കലി അവെയറായ, കൾച്ചറലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷനൊക്കെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ജനങ്ങളോട് തന്നെയാണ് ഇതിനെ സഹകരിച്ച, ഇതിന് പിന്തുണ നൽകിയ, ആശയപരമായും സാമ്പത്തികമായും ഒക്കെ പിന്തുണ നൽകിയ എല്ലാ ആൾക്കാരോടും. പിന്നെ ഇതിൽ ഉണ്ടായിരുന്ന ക്രൂ പലപ്പോഴും നമ്മൾ വലിയ രീതിയിൽ അവർക്ക് പേയ്മെൻറ്റോ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ക്രൂ ഉണ്ട്. അപ്പോൾ അവരോടാണ് ഈ സിനിമയ്ക്ക് മൊത്തത്തിലുള്ളൊരു കടപ്പാടുള്ളത്. ശരി, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങൾ എന്ന സിനിമയുടെ മുഴുവൻ ക്രൂവിനും. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് കേരള സന്ദർശനത്തിന് എത്തുന്നത്. ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന സംഘത്തെ ധനമന്ത്രി KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ.
പാലോട് ഭർതൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇന്ദുജയും ഭർത്താവ് അഭിജിത്തും തമ്മിൽ കുറച്ചുനാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. ശരീരത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകളും. അഭിജിത്തിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കത്തോലിക്ക സഭയ്ക്ക് അഭിമാന നിമിഷമായി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു. ഇന്നലെ വത്തിക്കാനിൽ മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ലഭിച്ച 3ാമത്തെ കർദിനാളാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് നേതൃത്വം നൽകും. മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വി ജോയ് ന്യൂസ് 18 Q18-ൽ. നടൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്നു. താരിണിയാണ് വധു. സാക്ഷ്യം വഹിക്കാൻ സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി പ്രമുഖർ എത്തി. എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം 26ാം ദിവസം പിന്നിട്ടു. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്നും ഹൈക്കോടതി നിർദ്ദേശം പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ജില്ലാ കളക്ടർ. കാനം രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. മുന്നണി ബന്ധത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും ഏറ്റവും താൽപര്യം കാണിച്ച CPI സെക്രട്ടറിയായിരുന്നു കാനം. കാനത്തെ അനുസ്മരിച്ച് പാർട്ടി നേതാക്കളും പ്രവർത്തകരും. കൊല്ലം പത്തനാപുരത്ത് വീണ്ടും പുലിയിറങ്ങി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കര ഭാഗത്തിറങ്ങിയ പുലി വളർത്തുമൃഗത്തെ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പശുക്കുട്ടി പുലർച്ചെയോടെ ചത്തു. വനം വകുപ്പിനെ വിവരം അറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പുലിയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയുമെത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്ത് എത്തിയത്. സംഘങ്ങളിൽ പലരും ശബരിമല ദർശനത്തിന് വേണ്ടി മാത്രമാണ് കാട് വിട്ടിറങ്ങിയത്. തടസ്സ ഹർജി കൂടി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന വിവരം പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല. തടസ്സ ഹർജിയിൽ തീരുമാനമായ ശേഷമേ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ ഉത്തരവ് ഇറക്കാനാകൂവെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. കിളിമാനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ കടയ്ക്കൽ ഇടത്തറ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. MC റോഡിൽ കിളിമാനൂർ മണലേത്തുപച്ചയിൽ ഇന്നലെ രാത്രി 11:30ഓടെയായിരുന്നു അപകടം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ 80,000 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്ന് രാവിലെയും നീണ്ട ക്യൂ ആണ് സന്നിധാനത്ത്. ദേശീയ വാർത്തകൾ. ഡൽഹിയിലേക്കുള്ള കർഷക മുന്നേറ്റം തുടരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച്. ഡൽഹി എത്തും മുമ്പ് തടഞ്ഞേക്കും. മാർച്ച് തടയാൻ കനത്ത പോലീസിനെ വിന്യസിച്ച കേന്ദ്രം. പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുമെന്ന് വാട്സാപ്പ് വഴി സന്ദേശം. മുംബൈ പോലീസിനാണ് സന്ദേശം ലഭിച്ചത്. രാജസ്ഥാനിൽ അജ്മീറിൽ നിന്നാണ് സന്ദേശം എത്തിയത്. പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് 2 IS ഭീകരർ സജ്ജമായെന്ന് സന്ദേശത്തിലെ ഭീഷണി. മഹാരാഷ്ട്ര സർക്കാരിൽ വകുപ്പ് വിഭജനം അനിശ്ചിതത്വത്തിൽ തന്നെ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ. ഇക്കാര്യത്തിൽ മുന്നണി നേതൃത്വം ഇന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സൂചന. പിന്നാലെ മന്ത്രിസഭ വികസിപ്പിക്കാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വാർത്തകൾ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അന്തിമ ഉത്തരവ് ഇന്നുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതി
കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. മോചന ഉത്തരവുണ്ടായാലും മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ. സിറിയയിൽ വിമതസേനയുടെ മുന്നേറ്റം. അലപ്പോയ്ക്കും ഹോംസിനും പിന്നാലെ ഡമസ്കസും വിമതരുടെ പിടിയിൽ. ഡമസ്കസ് വളയുന്ന അന്തിമഘട്ടം പൂർത്തിയായതായി റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് അൽ അസദ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം ഇല്ലെന്ന് അൽ അസദ്. പുതിയൊരു അറിയിപ്പുണ്ടാകും വരെ സിറിയയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോലിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ പ്രമേയം പരാജയപ്പെട്ടു. ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടിയിലെ പാർലമെന്റ് അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ പ്രമേയം പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇതോടെ പ്രമേയത്തിന് സാധ്യതയില്ലെന്ന് ദേശീയ അസംബ്ലി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. കായിക വാർത്തകൾ. ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 10ാം റൌണ്ടിലും സമനിലയിൽ പിരിഞ്ഞ ഇന്ത്യയുടെ ഗുകേഷും നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനും. മത്സരം ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. 14 മത്സരങ്ങളും പൂർത്തിയാകുമ്പോഴും സമനില തുടർന്നാൽ റാപ്പിഡ് ഗെയിമുകളിലേക്ക് മത്സരം നീളും. പ്രാദേശിക വാർത്തകൾ. ശൂർണിക്കര പഞ്ചായത്തിലെ അശോക ഗ്രൌണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കായിക പ്രേമികൾ. പഞ്ചായത്തിലെ ഭൂരഹിതർക്ക് അശോക ഗ്രൌണ്ട് പതിച്ചു നൽകണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് ഗ്രൌണ്ടിന്റെ ഭാവി ആശങ്കയിലായത്. നിരവധി സംസ്ഥാന ദേശീയ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ അശോക ഗ്രൌണ്ട് കളിസ്ഥലമായി നിലനിർത്തണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതീകാത്മക പൂരത്തിൽ പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണിയായി. ഇന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ ആചാര സംരക്ഷണ കൂട്ടായ്മയും ചേരും. ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃത മണ്ണെടുപ്പ് കാരണം ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം വട്ടംകുളത്തെ കുടുംബങ്ങൾ. ഏത് നിമിഷവും നിലം പൊത്താമെന്ന നിലയിലാണ് 2 വീടുകൾ. തൊഴിലാളികളും വിദ്യാർത്ഥികളും നിത്യേന യാത്ര ചെയ്യുന്ന റോഡും തകർന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വീണ്ടും വിശദമായ വാർത്തകളിലേക്ക്. തടസ്സം മാറാതെ ആ പേജുകൾ പുറത്തുവരില്ല. തടസ്സ ഹർജി കൂടി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന വിവരം പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് വിചിത്രം. തടസ്സ ഹർജിയിൽ തീരുമാനമായ ശേഷമേ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ ഉത്തരവിറക്കാനാകൂവെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ടെ. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടാറുള്ളത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാറില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നത്?
റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 കൊച്ചി. മരണത്തിൽ ദുരൂഹത. പാലോട് ഭർതൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇന്ദുജയും ഭർത്താവ് അഭിജിത്തും തമ്മിൽ കുറച്ചുനാളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. ശരീരത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകളുണ്ട്. അഭിജിത്തിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും അഭിജിത്ത് കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ദുജയുടെ മരണം അത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനമാണുള്ളത്. അതേസമയം പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇത് ഈ മരണം സംഭവിക്കുന്നതിനും 2 ദിവസം മുൻപാണ് ഈ മുറിവുകൾ സംഭവിച്ചതെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നോ എന്ന സംശയമാണ്. അത്തരമൊരു കാര്യം തന്നെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. മർദ്ദിച്ചിരുന്നു, അതോടൊപ്പം തന്നെ ഇത് കൊലപാതകമെന്ന ഒരു ആരോപണം ഉയർത്തി ഇന്ദുജയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. സഹോദരിയുടെ മുഖത്ത് നേരത്തെ തന്നെ മുറിവുണ്ടായിരുന്നു എന്ന കാര്യം ഇന്ദുജയുടെ സഹോദരനും വ്യക്തമാക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഈ മുറിവ് കണ്ടു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ തട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സഹോദരി പറഞ്ഞതായും യുവാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 2 ജാതിയിൽപ്പെട്ടവരാണ് ഇന്ദുജയും അഭിജിത്തും. അതിനെ ചൊല്ലി ഇന്ദുജ താഴ്ന്ന ജാതിയാണ് എന്നതിനെ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു. അത്തരം ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ദുജയുടെ പഴയകാല ചില സൗഹൃദങ്ങളെ ചോദ്യം ചെയ്ത് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. 4 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. അത് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെ ആയിരുന്നില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുകയായിരുന്നു. അതിനുശേഷം അഭിജിത്തിന്റെ വീട്ടിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അങ്ങനെ അനുവദിച്ചിരുന്നില്ല. അഭിജിത്തോ വീട്ടുകാരോ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ദുജയുടെ വീട്ടുകാരെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് വരുത്തിയിരുന്നുമില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നതിനോടും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഏതായിരുന്നാലും പ്രതിയെ ഇപ്പോഴും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അശ്വതി, ശരി, എന്തായാലും ഇന്ദുജ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നേരത്തെ തന്നെ ആശംസകൾ അറിയിച്ചു. 2 പേർക്ക് കൂടി നമുക്ക് ആശംസ പറയാനുണ്ട്. കണ്ണൂർ ഊരത്തൂരിലെ രജീഷിന്റെയും ശ്രുതിയുടെയും മകന്റെ 9ാമത്തെ പിറന്നാളാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ മോനെ. തൃശൂർ ചെമ്പൂക്കാവിലെ ആര്യനന്ദയുടെ പിറന്നാളാണിന്ന്. ആര്യനന്ദ മോൾക്ക് വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾ ഈ സ്പെഷ്യൽ ഡേയിലേക്ക് നമുക്ക് വാട്സാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണ വിവരങ്ങൾ നൽകുക. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു മോന്റെ പിറന്നാൾ വായിച്ചപ്പോൾ ശ്രുതിയുടെ മകൻ എന്ന് കൊടുത്തത് പേര് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കൃത്യമായ പേരും നിങ്ങളുടെ സ്ഥലവും കുട്ടിയുടെ വയസ്സും നിങ്ങളെ ആശംസ അറിയിക്കേണ്ടവരുടെ പേരും എല്ലാം കൃത്യമായി ഇപ്പോൾ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണ വിവരങ്ങൾ സ്ക്രീനിൽ നൽകാനാകും. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലേക്കാണ്. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം ഹയാത്ത് തഹ്രീൻ അൽ ഷാം 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശവാദമുണ്ട്. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്ന അഭ്യൂഹമുണ്ട്. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാകേഷിലേക്ക് വരാം. ഇപ്പോൾ എന്തായാലും ആഭ്യന്തര യുദ്ധം അത് കൂടുതൽ കലുഷിതമാകുന്നു എന്ന വിവരങ്ങളാണ്
സിറിയയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രസിഡന്റ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് സുരക്ഷിതനായി എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 3 നഗരങ്ങൾ, പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തതായാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ വിമതസേനയുടെ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ 3 നഗരങ്ങൾ പിന്നിട്ട് വീണ്ടും മുന്നോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനമായ ഡമാസ്കസ് വളയുന്ന അന്തിമഘട്ടം ഏതാണ്ട് വിമതസേന പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് പ്രസിഡന്റ് രാജ്യം വിട്ടു എന്ന രീതിയിലാണ്. ചില വിദേശ മാധ്യമങ്ങൾ അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ് എന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്കറിയാം, നേരത്തെ അലപ്പോ, ഹമ പ്രവിശ്യകൾ പിടിച്ചെടുത്ത ശേഷമാണ് വിമതർ ഹൂംസ് നഗരത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം പിന്നാലെയാണ് ഡമാസ്കസിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത്. റഷ്യ അടക്കം ഈ ആക്രമണത്തിൽ സിറിയയെ സഹായിക്കുന്നുണ്ട്, പ്രത്യാക്രമണത്തിൽ സിറിയയെ സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പരിമിതികൾ നിറഞ്ഞ ഒരാക്രമണമാണ്. കാരണം പൂർണ്ണ സജ്ജരായാണ് ഇപ്പോൾ വിമതർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കിനിത്രോ, ദേറ, സുവൈദ എന്നീ തെക്കൻ പ്രദേശങ്ങളും വിമതസേനയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രകൾ ഒഴിവാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ അടക്കം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പരമാവധി ഫ്ലൈറ്റുകൾ ലഭിച്ചാൽ തങ്ങളുടെ രാജ്യത്തേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ മാറണം എന്നുള്ള നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ഡമാസ്കസിൽ നിന്ന് ഇപ്പോൾ വിമതർ ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡമാസ്കസ് ജോർദാൻ മുഖ്യ ഹൈവേയിലെ സനാമയിൽ പിടിച്ചെടുത്തതും, ഈ സനാമയിൽ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇത് ചേർന്ന് നിൽക്കുന്ന ഡമാസ്കസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സനാമീൻ പിടിച്ചെടുത്താൽ അത് ഡമാസ്കസിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായി മാറും വിമതർക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ അസദ് രാജ്യം വിട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനിടയിൽ ഇറാനും തുർക്കിയും റഷ്യയും ദോഹയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഹയാത്ത് വിമതസേന നയിക്കുന്ന ഹയാത്ത് തഹരീർ അൽ ഷംസ ഭീകര സംഘടനയാണെന്നും സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അവരെ അനുവദിക്കരുതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ഈ മേൽനോട്ട സേനയടക്കം അയച്ചിരുന്നതായി ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. ഹിസ്ബുള്ളയും ഈ വിഷയത്തിൽ സിറിയൻ സർക്കാരിനൊപ്പമാണ്. ഹിസ്ബുള്ള ഈ ലെബനൻ സിറിയൻ അതിർത്തിയിൽ ചില ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഒരു സഹായം ഹിസ്ബുളിൻ്റെ ഭാഗത്തു നിന്ന് സിറിയയ്ക്ക് അനുകൂലമായി ലഭിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ആഭ്യന്തര യുദ്ധം വലിയ തോതിൽ രൂക്ഷമാണ്. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. അഭയാർത്ഥികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ബാഷർ അൽ അസദിൻ്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടു എന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ബാഷർ അൽ അസദ് തന്നെയാണ് ഈ വിമതരുടെ ലക്ഷ്യം, അദ്ദേഹത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇതിനിടെ സിറിയൻ സേനയ്ക്കുള്ളിൽ പോലും ചില ആഭ്യന്തര തർക്കങ്ങൾ, കലഹം രൂക്ഷമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിമതരുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായം സേനയ്ക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് കൂടി ബാഷർ അൽ അസദിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അശ്വതി, രഞ്ജിത്ത്, നമുക്കറിയാം 10-13 വർഷമായി ആഭ്യന്തര കലഹം സിറിയയിൽ തുടരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സർക്കാർ അനുകൂല സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല, ചെറുത്തുനിൽപ്പ് വളരെ ശുഷ്കമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട്? തീർച്ചയായും ഇത് നമുക്കറിയാം, പല ഘട്ടങ്ങളിലും വിമതരും ഈ സിറിയൻ ഔദ്യോഗിക സേനയും തമ്മിൽ ആഭ്യന്തര സംഘർഷങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇത്ര ശക്തമായ ഒരു ആക്രമണം ഒരിക്കലും വിമതരുടെ ഭാഗത്തു നിന്ന് സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും സിറിയൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാനാവാത്ത വിധം വളരെ വേഗം പിന്മാറുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഈ ആദ്യ ഘട്ടം മുതൽ തന്നെ ചില നഗരങ്ങൾ കീഴടക്കുന്ന പശ്ചാത്തലം ഒരുങ്ങിയപ്പോൾ തന്നെ റഷ്യൻ സഹായം സിറിയ അഭ്യർത്ഥിച്ചിരുന്നു. റഷ്യ ചില ആക്രമണങ്ങളൊക്കെ നടത്തുകയും ഈ സേനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല എന്നുള്ളതാണ്. ഇത്തവണ കുറച്ചുകൂടി കരുതിക്കൂട്ടിയുള്ള, കൂടുതൽ സന്നാഹങ്ങളോട് കൂടിയുള്ള ആക്രമണമാണ് വിമതസേന നടത്തുന്നത് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ്. നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ ഭീകര സേനകളുടെ സാന്നിധ്യം വളരെ വലുതായി തന്നെയുണ്ട്. അൽ ഖ്വയ്ദയുടെയും മറ്റും പിന്തുണയുള്ള ഈ ഭീകര സേനയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൽ ഇടപെടാനില്ല എന്നാണ് പല ലോകരാജ്യങ്ങളും പറയുന്നത്. റഷ്യ ഒഴികെ
ഒഴികെയുള്ള ലോകരാജ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അമേരിക്കയും ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കുന്നത് തങ്ങൾ ഇടപെടാനില്ല എന്നുള്ളതാണ്. പക്ഷേ റഷ്യൻ സർക്കാരിന് സഹായം നൽകുമെന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും അത് എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധിയായ നിർണായകമായ പ്രതിസന്ധികളിൽ കൂടിയാണ് സിറിയ എന്ന രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഒരുപാട് ഈ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. വിമതർക്ക് ഔദ്യോഗിക സേനയ്ക്ക് പ്രസിഡന്റിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരം അതിൻ്റെ ആഭ്യന്തര സുരക്ഷയൊക്കെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമാണ്. പൂർണ്ണമായും ഈ വിമതരുടെ കയ്യിലേക്ക് രാജ്യം എത്തുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ തന്നെ ഒരുപാട് സുരക്ഷയെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു വിമതസേനയെ പിന്തുണയ്ക്കുന്ന വിഭാഗമുണ്ട്, മറുവശം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഈ വിമതസേനയെ അവരുടെ ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ കൂട്ടക്കുരുതി അടക്കം സിറിയയിൽ നടക്കും എന്നുള്ള സൂചനകൾ കൂടി, അത്തരത്തിലുള്ള ചില അന്തരീക്ഷം കൂടി നിലനിൽക്കുന്നുണ്ട്. അശ്വതി. ശരി, രഞ്ജിത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറെന്ന മമതാ ബാനർജിയുടെ നിർദ്ദേശം തള്ളി കോൺഗ്രസ്. സ്വയം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് മമതയുടേതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രാകേഷ്, മമതാ ബാനർജി ഇന്നലെ പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല, അതുകൊണ്ട് താൻ വേണമെങ്കിൽ നയിക്കാമെന്നാണ്. പക്ഷെ അത് വേണ്ട എന്ന് കോൺഗ്രസ് ആദ്യം തുടക്കത്തിൽ തന്നെ പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ന്യൂസ് 18 ബംഗ്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമതാ ബാനർജിയുടെ പരാമർശം. അതായത് ആവശ്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരുന്നത്. ഏതായാലും ഈ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ മമതയെ പിന്തുണച്ചുകൊണ്ട് പല രാഷ്ട്രീയ കക്ഷികളും രംഗത്തെത്തി. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി മമത ഉന്നയിച്ച കാര്യം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യണം, മമത അത്തരമൊരു നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രതികരിച്ചിരുന്നു. മാത്രവുമല്ല CPIയും കോൺഗ്രസിൻ്റെ നടപടികളടക്കം ചോദ്യം ചെയ്തു. കോൺഗ്രസ് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്രയാകട്ടെ ഹരിയാനയാകട്ടെ, അവിടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ നിലപാടാണ്. അവിടെ സഖ്യകക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിമർശനം CPIയും ഉന്നയിച്ചിരുന്നു. ഏതായാലും കോൺഗ്രസ് ഈ പരാമർശങ്ങളോടൊക്കെ തന്നെ അകലം പാലിക്കുകയാണ്. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ പ്രതികരണത്തിന് തയ്യാറായില്ല. പക്ഷേ പ്രതികരിച്ച നേതാക്കളെല്ലാം തന്നെ മമതയുടെ ആവശ്യം തള്ളുകയായിരുന്നു. പ്രത്യേകിച്ച് ബംഗാളിന് പുറത്തേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയാത്ത മമതാ ബാനർജിക്ക് എങ്ങനെ ദേശീയ നേതാവായി ഉയർന്നു വരാൻ കഴിയുമെന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും അതേ നിലപാട് തന്നെ കോൺഗ്രസ് ആവർത്തിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മമതയുടേത് സ്വയം നേതാവായി ചിത്രീകരിക്കാനുള്ള ശ്രമം, അതായത് ബംഗാളിന് പുറത്തേക്ക് തൃണമൂലിന് സ്വാധീനമില്ല എന്നവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും വലിയ ഭിന്നത ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തെ നയിക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ് പല കക്ഷികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ജയിക്കുമെന്നുറപ്പിച്ച ഹരിയാന ആദ്യം പരാജയപ്പെട്ടു. ഏറ്റവും അനുകൂല സാഹചര്യമുണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തെ BJPക്കെതിരായുള്ള പോരാട്ടത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. പ്രത്യേകിച്ച് അദാനി വിഷയത്തിലടക്കം പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ്. അദാനി വിഷയത്തിലടക്കം തന്നെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്കൊപ്പം നിൽക്കാൻ തൃണമൂൽ തയ്യാറായില്ല. തൃണമൂൽ മാത്രമല്ല, സമാജ്വാദി പാർട്ടിയും പ്രതിഷേധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ വലിയ ഭിന്നത ഇന്ത്യ സഖ്യത്തിലുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കൂടുതൽ തുടർ പ്രതികരണങ്ങളടക്കം ഈ വിഷയത്തിൽ വന്നേക്കും. കാരണം മമത തുടങ്ങിവെച്ച ഈ ചർച്ച മറ്റ് കക്ഷികൾ ഏറ്റെടുക്കുകയാണ്. പലരും മമതയെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. NCPയും സമാനമായ നിലപാട്, സമാജ്വാദി പാർട്ടി സ്വീകരിച്ച പോലുള്ള സമാനമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അശ്വതി. ശരി. മല്ലു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഓഫീസർ K ഗോപാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. K ഗോപാലകൃഷ്ണന്റെ പ്രവർത്തികളിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഗോപാലകൃഷ്ണന്റെ പരാതി സത്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഗോപാലകൃഷ്ണന്റെ നടപടിയിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നതാണ് പോലീസ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന് ഈ ചാർജ് മെമ്മോ ചീഫ് സെക്രട്ടറിയുടേതായി പുറത്തു വന്നിരുന്നു. അതിൽ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗോപാലകൃഷ്ണനെ രക്ഷിക്കാനുള്ള നീക്കം ഉന്നതതലത്തിൽ നടക്കുന്നുവെന്ന ഒരു ആരോപണം കൂടി കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഒക്ടോബർ 31 ഫോൺ ഹാക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പരാതിയും മൊഴിയും. അത് സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ പരാതി നൽകിയതിനെ തുടർന്ന് നവംബർ 4 പോലീസ് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5 ഗോപാലകൃഷ്ണൻ ഈ ഫോൺ നൽകിയത്. അത് തന്നെ വാട്സാപ്പ് ഉപയോഗിക്കാത്ത മറ്റൊരു ഫോണായിരുന്നു.
സാംസങ്ങിന്റെ ഫോണായിരുന്നു ആദ്യം നൽകിയത്. എന്നാൽ ഐഫോണിലായിരുന്നു ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന കാര്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ ആ ഫോൺ ആയിരുന്നില്ല കൈമാറിയത്. ഈ ഫോൺ കൈമാറിയതാകട്ടെ ഫോർമാറ്റ് ചെയ്തതിന് ശേഷവുമായിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഇരു ഫോണുകളും ഫോർമാറ്റ് ചെയ്തിരുന്നു. അത് ഇത്തരം രേഖകൾ അത് ഒഴിവാക്കാനാണ്, ഹാക്കിംഗ് നടന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ ചെയ്തു എന്ന കാര്യങ്ങളാണ്. ഇത് നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ടായി പുറത്തു വന്നതാണ്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏതായിരുന്നാലും ഉന്നതതലത്തിൽ ഗോപാലകൃഷ്ണനെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നു എന്ന ആരോപണം, ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഞായറാഴ്ച നേരുന്നു. വീണ്ടും നാളെ രാവിലെ കാണാം. നമസ്കാരം.